ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാവുന്ന ചില രസകരമായ സൈക്കോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ച് പറയാം. നമ്മൾ നമ്മുടെ കൺട്രോളിലാക്കി കാര്യം സാധിക്കണമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാം. ഇത് നാം എല്ലാവരും ചെയ്യുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ. പ്രധാന വസ്തുത എന്തെന്നാൽ ഇത് ആരും തന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യവുമില്ല. നാം എല്ലാവരും ലൂഡോ, സ്നേക്ക് ലാഡർ എന്നീ ഗെയിമുകൾ കളിച്ചിട്ടുള്ളവരായിരിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു നമ്പറോ അതല്ലെങ്കിൽ വലിയൊരു നമ്പറോ ആവശ്യമുണ്ടെങ്കിൽ നാം ഡൈസിനെ കുറച്ചധികം പ്രാവശ്യം കൈക്കുള്ളിലിട്ട് കുലുക്കിയതിന് ശേഷമായിരിക്കും താഴേക്കിടുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ കുറേയധികം പ്രാവശ്യം കുലുക്കിയെന്ന് വെച്ച് നമുക്ക് ആവശ്യമുള്ള നമ്പർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ ഏത് നമ്പറായാലും കുഴപ്പമില്ല എന്ന സിറ്റുവേഷനിൽ സാധാരണ പോലെ ഡൈസിനെ താഴത്തേക്ക് നാം ഇടുകയും ചെയ്യും. എന്തിനാണ് നാം ഇത്തരത്തിൽ ചെയ്യുന്നത്? ഇതിനെ പറയുന്നതാണ് ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. ഇങ്ങനെ ചെയ്താൽ ആവശ്യമുള്ള നമ്പർ നമുക്ക് വീഴ്ത്താൻ സാധിക്കുമെന്ന മനസ്സിൻ്റെ തോന്നലാണിത്. കുറച്ച് ആളുകളെ ഒരു ഹാളിലാക്കി അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം ഓണാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, സൗണ്ട് കൂടിയാലും കുറഞ്ഞാലും അത് നോർമലാക്കാൻ അവിടെ ഒരു പാനിക് ബട്ടൺ വെച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ അവർ ചെയ്തില്ല. എന്നിട്ടും അതിനുള്ളിലുള്ളവർ യാതൊരു കംപ്ലൈൻറ്റും പറയാതെ പുറത്തു വന്നു. സൗണ്ട് കൂടുതലാണ് എന്ന് തോന്നിയവർ പാനിക് ബട്ടൺ അമർത്തിയപ്പോൾ കുറഞ്ഞതായും, സൗണ്ട് കുറവാണ് എന്ന് തോന്നിയവർ പാനിക് ബട്ടൺ അമർത്തിയപ്പോൾ കൂടിയതായും അവർക്ക് അനുഭവപ്പെട്ടു. ഇനി രണ്ടാമത്തെ സൈക്കോളജിക്കൽ ഫാക്റ്റാണ് സോഷ്യൽ പ്രൂഫ്. സ്റ്റേജ് പെർഫോമൻസിലോ മറ്റോ ഒരാൾ കൈകൊട്ടിയാൽ കൂടെ നിൽക്കുന്നവരും ഒപ്പം കൈകൊട്ടും. അവിടെ നടക്കുന്ന പ്രോഗ്രാം നല്ലതാണോ അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയണമെന്നില്ല. അതായത് ഒപ്പമുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ താനും ചെയ്താൽ താൻ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കും എന്ന് നമ്മുടെ മനസ്സ് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ചിന്ത കാരണമാണ് നാം ഇങ്ങനെ പെരുമാറുന്നത്. മറ്റൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ് കൺഫർമേഷൻ ബയാസ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയും കുറച്ചു നാളുകൾക്കുള്ളിൽ അത് ഫെയിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ അവരെക്കുറിച്ച് അറിയാവുന്ന ചിലർ ഇങ്ങനെ പറയും, കണ്ടില്ലേ, എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു, ഈ ബിസിനസ് ഫെയിലാകുമെന്ന്. ഇതാണ് മറ്റൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ്. ഒരാൾ ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം. എന്നാൽ അത് പരാജയപ്പെട്ടപ്പോൾ മാത്രം ഇതെനിക്ക് മുമ്പേ അറിയാം എന്ന് പറയുന്നത് തനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയും എന്ന മനസ്സിൻ്റെ ഒരു മിഥ്യാബോധം കൊണ്ടാണ്. ഇതിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത സൈക്കോളജിക്കൽ ഫാക്റ്റാണ് കോൺട്രാസ്റ്റ് എഫക്റ്റ്. നമ്മെക്കാളും സൗന്ദര്യം കൂടിയ ഒരാളോടൊപ്പം നാം നിൽക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം കുറഞ്ഞതായി തോന്നുന്നു. ഇതാണ് കോൺട്രാസ്റ്റ് എഫക്റ്റ്. ഈ കോൺട്രാസ്റ്റ് എഫക്റ്റ് ബിസിനസ്സിനായി കച്ചവടക്കാർ യൂസ് ചെയ്യുന്നു. അതെങ്ങനെയെന്നാൽ, 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് നാം വാങ്ങാൻ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതേ പ്രോഡക്റ്റ് അവർ 130 രൂപ വിലയിട്ട് അതിൽ 30 രൂപ ഡിസ്കൗണ്ട് എന്ന് കേട്ടാൽ ആവശ്യമില്ലെങ്കിലും നാം ആ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കും. കോൺട്രാസ്റ്റ് എഫക്റ്റ് കാരണം 100 രൂപ ഉണ്ടായിരുന്ന നമുക്ക് മൂല്യം തോന്നാത്ത ആ പ്രോഡക്റ്റ് 30 രൂപ ഡിസ്കൗണ്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ 30 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത് കൊണ്ട് മാത്രം യാതൊരു ആവശ്യമില്ലാതിരുന്നിട്ടും ആ പ്രോഡക്റ്റ് നമുക്ക് മൂല്യമുള്ളതായി തീർന്നു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.